മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരാനുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ സിപിഎമ്മിന്റെ നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ RSS കൂട്ടുകെട്ട് സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം പരാജയ കാരണമായി എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യും. ഡാൻ കുര്യൻ, ഒരിക്കൽ കൂടി ഡാൻ, ഏറ്റവും പ്രധാനം സ്വരാജിനെ പോലെ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ നേരിട്ട് മത്സരിക്കുകയും CPM-ന്റെയും LDF-ന്റെയും മുഴുവൻ സംവിധാനങ്ങളും ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്ത് വളരെ ആത്മവിശ്വാസത്തോടെ നിന്നൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പരാജയമുണ്ടായി, പരാജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ, അതിലപ്പുറം ശക്തി കേന്ദ്രങ്ങളിൽ എന്ത് സംഭവിച്ചു, അവിടെ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്നൊരു വലിയ ചോദ്യത്തിന് പാർട്ടിക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ്. അത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ ഉണ്ടാവുമോ? മറ്റെന്തൊക്കെ കാര്യങ്ങളാവും ഇന്നും അടുത്ത 2 ദിവസങ്ങളിലുമായി നടക്കുന്ന നേതൃയോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരിക? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നതിന്റെ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനെ അഭിമാന പോരാട്ടമായി കരുതിയത്. അവിടെ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പൊതുവിലയിരുത്തൽ തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ ഉള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രതീക്ഷിച്ചത്ര വോട്ടുകൾ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്ന്, ബൂത്തുകളിൽ നിന്ന് ലഭിക്കാതെ പോയത് എന്നതിനെക്കുറിച്ചുള്ള ഇടകീറിയുള്ള പരിശോധന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും 2 ദിവസങ്ങളായി നടക്കാൻ പോകുന്ന സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അൻവർ ഇത്രയധികം ഒരു ജയസാധ്യതയുള്ള ഒരു വോട്ടുകൾ, അല്ലെങ്കിൽ CPM-ന് ലഭിക്കേണ്ടിരുന്ന വോട്ടുകൾ അൻവറിന്റെ വോട്ട് ബാങ്കിലേക്ക് എത്തും എന്ന് ഇടത് കേന്ദ്രങ്ങൾ കരുതിയിരുന്നില്ല. അതിൽ ജാഗ്രതക്കുറവുണ്ടായി, പിഴവുണ്ടായി എന്ന തരത്തിലുള്ള ഒരു പൊതുവിലയിരുത്തലിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എത്താനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ തുടർന്ന് അവിടെ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ ശൈലി എന്തായിരിക്കണം, അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്, അതിന്റെ ഒരുക്കങ്ങൾ എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ 3 ദിവസങ്ങളായി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിന്നീട് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലും വിശദമായ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം, മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പേര് പറഞ്ഞിട്ടല്ലെങ്കിൽ പോലും MV ഗോവിന്ദനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്ത് പറയണം, എപ്പോൾ പറയണം എന്ന കാര്യത്തിൽ ഒരു ധാരണ വേണം, മൈക്ക് കിട്ടിയാൽ എന്തും പറയരുത് എന്നൊക്കെ വിമർശിച്ചത് ആരെയാണ് എന്നത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു വിമർശനം വന്നാൽ MV ഗോവിന്ദനെ പ്രതിരോധിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ഈ ഒരു കമ്മിറ്റിയിൽ എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു തരത്തിലും പ്രസക്തമല്ലാത്ത സമയത്ത് പ്രസക്തമല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ചർച്ചകൾ അവസാന ദിവസം വഴിതിരിച്ചു വിട്ടതിന്റെ ഒരു ഭാരം എന്തായാലും MV ഗോവിന്ദനിലേക്ക് എത്തില്ലേ? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അത്തരത്തിലൊരു പരാമർശം വേണ്ടിയിരുന്നില്ല എന്ന പൊതുവികാരം പാർട്ടിക്ക് മുഴുവനുണ്ട്. പക്ഷെ അതിൽ ഔദ്യോഗികമായി അവർ പറഞ്ഞത് വിശദീകരണം സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകിയതാണ്. ഇനി അതിൽ കൂടുതൽ വിശദീകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പരോക്ഷമായ ഒരു വിമർശനം MV ഗോവിന്ദനെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യപ്പെടും. വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും വരുന്ന 2 ദിവസം സംസ്ഥാന സമിതി യോഗങ്ങളും നടക്കുകയും ചെയ്യും. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നതിനൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കൂടി ചർച്ചയാകും. പുതുക്കിയ